ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും ഇഡ്ഡലി ഉണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനും ഒക്കെ അറിയാം. എന്നിരുന്നാലും ചില സമയത്ത് ഫ്ലോപ്പ് ആവാറുണ്ട് അല്ലേ? അപ്പോൾ കറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ബാറ്റർ ഫ്ലോപ്പ് ആവും, ഫെർമെൻ്റായി കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും ദോശയൊന്നും വിചാരിച്ച അത്ര ടേസ്റ്റിൽ കിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ പ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 250 ml അളവിൽ ഒരു 2 ബൗള് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്, 1 ബൗള് ഉഴുന്ന് പരിപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2:1 എന്ന റേഷ്യോയിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന പച്ചരിയും ഉഴുന്ന് പരിപ്പും. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നിറയെ ഉലുവ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്. അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അപ്പോൾ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം അത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഈ ഉഴുന്നുപരിപ്പ് പെട്ടെന്ന് വെള്ളമൊക്കെ അങ്ങനെ വലിച്ചെടുത്ത് അത് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ അത് നന്നായിട്ട് നമ്മുടെ മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് ഒരൊറ്റ രാത്രി നമ്മൾ ഫെർമെൻ്റ് ആക്കാൻ വയ്ക്കും. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഇത് ഉപ്പ് നമുക്ക് അരയ്ക്കുമ്പോൾ ഈ ബാറ്റർ നമ്മൾ അരിയും ഉഴുന്നും അരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നമ്മളിങ്ങനെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. നമ്മുടെ ഒരൊറ്റ രാത്രി നമ്മൾ വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ബാറ്റർ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചൊരു പച്ചവെള്ളം കുറച്ചൊന്ന് തളിച്ച് കൊടുക്കണം കേട്ടോ. നല്ല ചൂടുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാനിലേക്ക് ഞാൻ ഓരോ തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. ചിലർക്കത് ഇത്തിരി കട്ടി കൂടിയിട്ട് ഇരിക്കുന്ന ദോശയാണ് ഇഷ്ടമെങ്കിൽ ഇത്രയും തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് തിന്നായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേൽവശം ഞാനിത് മറിച്ചിടുന്നില്ല. അതിന് പകരം ഒന്ന് മേൽവശം നമുക്ക് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് ബ്രഷ് എടുത്തിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യ് കുറച്ച് മേലെ ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ നടുഭാഗത്തൊന്നൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ദോശ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ദോശയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഡ്ഡലി വേണമെങ്കിൽ ഇഡ്ഡലിക്കും ഈ ബാറ്റർ വളരെ സ്യൂട്ടബിളാണ്. നല്ല പാകത്തിനുള്ള ഫ്ലഫിനെസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇഡ്ഡലിക്കും നമുക്കിതിങ്ങനെ എടുക്കാം. ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചട്നിയുടെ കൂടെയോ സാമ്പാറോ ചമ്മന്തിയോ ഒക്കെ ആയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശ മുഴുവൻ ചുട്ടെടുത്തു, കുറച്ച് ഇഡ്ഡലിയും ചുട്ടെടുത്തു. അപ്പോൾ ഞാൻ ദോശയും അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ